വെൽക്കം ടു ശ്യാമ ആൻഡ് സൗമ്യാസ് വ്ലോഗ്. നമ്മളൊക്കെ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. എന്താണ് ഹോം മെയ്ഡ് നെയ്യ് എങ്ങനെയാണ്, പിന്നെ ശ്യാമ സ്പെഷ്യലാണ്. ശ്യാമ സ്പെഷ്യൽ പറയത്തില്ല, ഞാനാണ് ഇന്ന് 1 ലിറ്റർ പാൽ വെച്ച് മേടിക്കും. അത് ഇവരവിടെ നിന്ന് മേടിക്കും. ഞങ്ങളുടെ നെയ്യില്ല, കാശ് കൊടുത്ത് മേടിക്കോ? 5-6 പശുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നെയ്യൊന്നുമില്ല. ഇവര് വാങ്ങിക്കുന്നവരില്ല ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കും. പക്ഷെ അത് നമ്മള് സാധാരണ പറയുന്നത് ഇപ്പൊ ആശാരിമാര് അവരുടെ വീട്ടിൽ നല്ല ഇരിക്കാൻ പോലും അല്ല, അങ്ങനെ പിന്നെ പെയിന്റിങ്ങിന് പോകുന്നവരുടെ വീട് ശരിക്കും പെയിന്റ് ഇട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഓരോ ഇതതുപോലെ പശുവും പാലും ഇഷ്ടം പോലെ. പക്ഷേ നെയ്യില്ല. അപ്പൊ ഞാൻ എന്നും കൊണ്ടുവരുന്ന 1 ലിറ്റർ പാല് കാച്ചി ഇങ്ങനെ വെച്ചേക്കും. അതിന്റെ പാട എടുത്ത് ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് ഇതിപ്പോ ഏകദേശം 1 മാസം കൊണ്ടുള്ള ശേഖരണം. ഒന്നല്ല, കൂടുതൽ 1.5 മാസം കൊണ്ടുള്ള ഇതാണ് നമ്മള് ശേഖരിച്ച് ഒരു പാത്രത്തിലാക്കി ഞാൻ ഇങ്ങനെ ഫ്രീസറിൽ വെച്ചേക്കും. പാടയാ എന്നിട്ട് നല്ല ഐസ്ക്രീം പോലെ അപ്പൊ നമ്മൾ ഉരുളി വെച്ച് ഉരുക്കി നെയ്യാക്കാൻ പോവാണേ. ഉരുളി ഇതാ അടുപ്പേ വെച്ചു. ഹോം മെയ്ഡ് ചിലപ്പോ ഒരു ബിസിനസിന് സാധ്യതയുണ്ടല്ലേ. 1 മാസത്തെ നെയ്യാണ് ഗൈസ്. അല്ല, ഇത് കൂടുതലുണ്ട്. ആണല്ലേ. ഇനി ഇളക്കി കൊടുക്കുന്ന വലിയൊരു പണിയാണ്. കുറച്ച് ഇത് ഉരുക്കുന്ന ഇത് വീഡിയോ ഇങ്ങനെ എടുക്കാമെന്നുള്ള പർപ്പസിലാണ് ഞാൻ ഉരുക്കാതെ വെച്ചിരുന്നത്. ഒരു കണ്ടന്റ് ആകുമല്ലോ, എല്ലാം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമല്ലോ. അതുകൊണ്ടാണ്, അല്ലേ ഞാൻ കുറച്ചായപ്പോഴേ ഉരുക്കിയേനെ. ഞാൻ പാല് മേടിക്കാൻ എന്താ പറയുന്നത്, ഇവിടെ നമ്മളിവിടെ കുറച്ച് നെയ്യ് എടുക്കുന്നത് മറ്റേ തൈരാക്കിയിട്ട് തൈര് കടഞ്ഞ് ഇതെടുത്ത് ഇതാക്കിയിട്ട് പിന്നെ ഉരുക്കിയെടുക്കുക. അതപ്പോൾ കുറച്ചൊക്കെ അത് അറിയത്തില്ല. ഞാനിങ്ങനെ അന്ന് പോലെ പാട വെട്ടി ഇങ്ങനെ അതായത് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. അതാ കുഞ്ഞുമലകൾ ഉരുകുന്ന പോലെ ഇറങ്ങാൻ തുടങ്ങി. കണ്ടില്ലേ ഒഴുകി വരുന്നുണ്ടോ? നല്ല ഐസ്ക്രീം പോലെ ഇരിക്കുന്നല്ലേ. ഇതാ കണ്ടോ, ഈ സൈഡിൽ കണ്ടോ നെയ്യ് പൊങ്ങി വരുന്നത്. അതെല്ലാം ഒഴുക്കി നമ്മളിപ്പം അങ്ങനെയെല്ലാം നമ്മൾ കുട്ടപ്പനാക്കും. നെയ്യ് ഒരുക്കുന്ന പ്രോസസ്സാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വേറെ മെത്തേഡിൽ നെയ്യ് ഉരുക്കുന്നുണ്ടെങ്കിൽ അത് പറയണേ. എനിക്കറിയാവുന്ന ഇതേ ഉള്ളൂ. കുറച്ച് വിധമാകുമ്പോൾ ഞാൻ അങ്ങ് ഉരുക്കിയെടുക്കും. ഇതിപ്പോൾ എന്ത് പറയുന്നത്, ഞങ്ങൾ ഈ ഒരു പർപ്പസിന് വെച്ചുകൊണ്ടാണ് ഒരുപാട് അധികത്തിൽ കൂടുതലായപ്പോൾ അത് ഉരുക്കിയെടുക്കാൻ പ്രയാസമാണ്. കുറച്ച് എന്ത് പറഞ്ഞു, ഒരാഴ്ചയൊക്കെ ഉള്ള അങ്ങ് ഉരുക്കി അങ്ങ് വെക്കുക. ഞാൻ നേരത്തെ ഉരുക്കി വെച്ചപ്പോൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പിന്നെ ഇരിപ്പുണ്ട് ഫ്രീസറിൽ. വലിയൊരു പരിവായി. അത് ഞങ്ങൾ പകുതിയോളം ആയപ്പോൾ ഇത്രയും എടുത്ത് കുപ്പിയിലാക്കി. ഇതാണ് ലാസ്റ്റില് നമ്മള് നെയ്യെല്ലാം മാറ്റിയതിന് ശേഷം ഉരുക്കി ഇപ്പൊ നമ്മള് ചമ്മന്തിപ്പൊടി തേങ്ങ വറുത്ത വരുവായി. കിട്ടിയ നെയ്യ് നമ്മൾ കാണിച്ചു തരാം. അത്രയും നെയ്യ് എന്താ എടുത്ത് വെച്ചത് ഉരുക്കിയപ്പോൾ ഇത്രയുമാണ് കിട്ടിയത്. പാട എടുത്ത് വെച്ചത് ഉരുക്കി ഇത്രയും നെയ്യ് കിട്ടി. അത് നമ്മളപ്പം തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലോട്ട് ഒഴുകി. നേരത്തെ ഞാൻ എടുത്തത് ആ ഫ്രീസർ വെച്ചേക്കുന്ന ഇതാണ് നെയ്യാണ്. കണ്ടോ, ഇത് നിറച്ചുണ്ടായിരുന്നു. എല്ലാത്തിനും എടുത്തെടുത്ത് എല്ലാവർക്കും കുറേ പേർക്ക് സപ്ലൈ ഒക്കെ ചെയ്ത് ഇങ്ങനെ തീർന്ന നമ്മളത് കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ് ഗൈസ്. ഇത് ഒരു പിന്നെ അരിക്കാതെ നമ്മൾ അരിച്ചെടുത്ത 2 പ്രാവശ്യം അരിച്ചതാണ്. ചില്ലുകുപ്പിയിലാക്കി കണ്ടില്ലേ. ഇത്രയും നെയ്യ് ഒരു കാര്യം അല്ല അരമണിക്കൂർ കൂടുതലേ. അതായത് 8:15 തുടങ്ങിയ പ്രോസസ്സ് 8:45. ഇനി അതിന്റെ കുറച്ച് കക്കുണ്ട്. അത് ഇച്ചിരി കൂടെ നമ്മൾ
ചൂടാക്കിയാൽ കുറച്ചുകൂടെ കിട്ടും. അതല്ലേ നല്ല വെള്ള തുണിക്കകത്ത് വെച്ച് പിഴിഞ്ഞെടുക്കും. അതിൻ്റെ ഇച്ചിരി ഒന്ന് ഇളം ചൂടോടെ, തീരെ തണുത്തിട്ടല്ല, ഇത് പിഴിഞ്ഞെടുക്കും ഞാൻ. ഇതും കിട്ടി, അതുകൊണ്ട് ആ ചെറിയൊരു കുപ്പിക്കകത്തും കിട്ടി. ഇവിടെ ഏകദേശം എത്ര കാണും? എത്ര നല്ല കുപ്പി ചെയ്ത് 500. എത്ര നെയ്ക്ക് എത്ര രൂപയാ? അപ്പം ഞാൻ ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം സപ്പോർട്ട് വേണം. എല്ലാവരും കമന്റ് ഒക്കെ ഇടണം. ആരും കമന്റ് ഒന്നും ഇടത്തില്ല. അപ്പം ഇനി ഞങ്ങൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്നും വരുന്നതായിരിക്കും. ബൈ.